ഈ പെരുന്നാള്, ഓണം ഇതിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. ഇന്ന് നമ്മൾ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാ. പോരാത്തതിന് ഇപ്രാവശ്യത്തെ പെരുന്നാളിന് ഒരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. എന്റെ ഉപ്പാന്റെ ബ്രദറും ഫാമിലി നാട്ടിലുണ്ട്. ഇവര് ജർമ്മനിയിലാണ്. അപ്പൊ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നാട്ടിൽ വരുള്ളൂ. എല്ലാവരും കൂടി ഉണ്ടാവുന്ന ഒരു പരിപാടി, നല്ല അടിപൊളി പരിപാടി ആയിരിക്കും. അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ഒരു 3-3:30 സമയമായപ്പോൾ ടൂറിസ്റ്റ് സ്റ്റേഷനിലെത്തി. ട്രെയിൻ കയറി നേരെ മേലാറ്റൂര്. അത് നമ്മൾ പെരിന്തൽമണ്ണ ലൊക്കേഷൻ. ഒന്ന് ശ്വാസം വിട്ടപ്പോ മേലാറ്റൂർ സ്റ്റേഷൻ എത്തി. നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം ഈ ട്രെയിനിന്റെ പുറകിൽ എന്തിനാണ് ഈ ഇന്റുമാർക്ക്. ഇത് മിലാച്ചു, ഇന്റെ ജർമ്മൻ ഗേള്. ഇവക്ക് ഇംഗ്ലീഷും ജർമ്മനും മാത്രമേ അറിയൂ. നമുക്കാണെങ്കിൽ ഇത് രണ്ടും അറിയില്ല. എന്തായാലും നമുക്ക് പോകേണ്ട സ്ഥലം കുറച്ച് ദൂരം അപ്പുറത്താണ്. അതുകൊണ്ട് പിന്നെ ഒന്ന് നടന്നാ മതി. നടന്ന് നമ്മൾ ഫൈനലി നമ്മുടെ സ്ഥലത്തെത്തി. എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ തുടങ്ങി. ഓരോരുത്തരും ഓരോ സൈഡിലാണ്. അങ്ങനെ ഏകദേശം ഞങ്ങൾ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് കിട്ടിയപ്പോൾ തന്നെ എല്ലാവർക്കും വിശക്കൽ തുടങ്ങി. അപ്പൊ ചെറുത്താത് പറഞ്ഞു, ഓക്കെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാറുണ്ട്. നമ്മൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് വരാൻ കുറച്ച് സമയമാവും. അപ്പൊ തന്നെ എന്റെ ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെട്ടാലോ? ഇത് അബ്ദുൽ നാസർ, എന്റെ പേരിലുള്ള അബ്ദുൽ നാസർ, എന്റെ ഉപ്പ. ഇതെന്റെ ഉമ്മ റഹിന കെപ്പി. ഇതെന്റെ ആന്റി ഒരു അംഗനവാടി ടീച്ചറാണ്. ഫുഡ് വരാൻ വൈകുന്നതിനാൽ അമ്മ സങ്കടമാണ് മുഖത്ത് കാണുന്നത്. എന്റെ സ്വഭാവം ആന്റിന്റെ സ്വഭാവം ഏകദേശം സെയിം ആണ്. ഇത് ആന്റിന്റെ ചെറുത് നുമ്മി, ഞങ്ങളെ കൂട്ടത്തിലെ പൂക്കി. ഇത് ആന്റിന്റെ വലുത് നുനു, ഒരു പ്രോ എഡിറ്ററാണ് നുനു. ഇതെന്റെ സിസ്റ്റർ. ഈ കസേരയിൽ കിടന്ന് തുള്ളി കളിക്കുന്നതാണ് സിസ്റ്ററിന്റെ പ്രൊഡക്റ്റ്. ഞങ്ങളുടെ എബിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ മൊത്തം ഒരു മെഗാ സീരീസ് ആക്കേണ്ടി വരും. ഒരു ഭാഗത്ത് നിന്ന് അപ്പുറത്തെത്തും ചെങ്ങായി. ഞങ്ങളെ മെയിൻ എന്റർടൈൻമെന്റ് ആണിത്. ഇതിന്റെ അനിയൻ ഞങ്ങളെ കൂട്ടത്തിൽ ചെറുതാണെങ്കിലും പക്വതോനാണ്. ഇതെന്റെ ചെറുതാത്ത മിലാച്ചുന്റെ അമ്മ. ഇത് ആപ്പ പണ്ടനിയൻ. എന്നെ കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ, ഒരു സകലകല വല്ലഭ്യാണല്ലോ. എന്തായാലും കുറച്ച് സമയം തള്ളിലേക്ക് ഇരുന്നപ്പോൾ ഫുഡ് വന്നു. സന്തോഷ് ബേക്ക് ഹൗസ്, മേലാറ്റൂർ ഭാഗത്തുള്ള അധികം പേർക്ക് അറിയായിരിക്കും. നമ്മൾ വല്ലപ്പോഴും അവിടെ പോകലുണ്ട്. നല്ല ഫുഡാണേ, അതിലേറെ നല്ല ഹോസ്റ്റിംഗുമാണ്. എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ച ഒരു വിധം ഒന്ന് റാഹത്തായിരുന്നപ്പോഴാണ് ഞാൻ ഈ സാധനം കാണുന്നത്. ആദ്യത്തെ അടുത്ത് ഓടിയാലോന്ന് എഴുതി, പിന്നെ പൊങ്ങൂലാന്ന് കണ്ടപ്പോൾ അവിടെ ഇട്ടു. അപ്പുറത്തൊരുത്തൻ ഓനത് ആദ്യം കുത്തിപ്പൊട്ടിക്കാനാ ശ്രമം. അപ്പൊ പിന്നെ സന്തോഷ് ബാഗ്സിന് വല്ലാണ്ട് നഷ്ടം വരുത്തണ്ടെന്ന് കരുതി നമ്മൾ വേഗം അടുത്ത വണ്ടിക്ക് പരി പോന്നു.